ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അഡ്രിനോ ബേസ്ഡ് ടററ്റ്, അതായത് ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടററ്റാണ്. ടററ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. അതായത് രണ്ട് ഡയറക്ഷനിൽ നമുക്കതിൻ്റെ, അതായത് ഒരു പാൻ ആൻഡ് ടിൽറ്റ്, അതായത് ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള മോഷൻ പാനും അപ്പ് ആൻഡ് ഡൗൺ ഉള്ള മോഷൻ ടിൽറ്റും. അപ്പോൾ ഇങ്ങനത്തെ മോഷൻ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈടെക് ഗണ്ണെന്ന് വേണേൽ പറയാം. അപ്പം ഇതിൽ ഗണ്ണ് മൗണ്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഗണ്ണല്ല മൗണ്ട് ചെയ്യുന്ന നെർഫ് ബുള്ളറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രോജക്റ്റ് ഞാൻ ലിറ്റിൽ ഫ്രഞ്ച് കേവ് എന്ന് പറഞ്ഞൊരു ചാനലിൽ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പം അതിൽ ലേസർ മൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ലേസറിൻ്റെയൊക്കെ സംഭവം വെച്ചിട്ട് കറക്റ്റ് ആക്യുറേറ്റായിട്ട് ഫയർ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ബേസിക്കായിട്ട് നമ്മുടെ ഈ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് അഡ്രിനോ നാനോ ബോർഡ് വിത്ത് പ്രോഗ്രാമിംഗ് കേബിൾ, HC06 ബ്ലൂടൂത്ത് മോഡ്യൂൾ, പിന്നെ L298A മോട്ടോർ ഡ്രൈവർ, പിന്നെ ബ്രെഡ് ബോർഡ്, കുറച്ച് വയറുകൾ. ഇത്രേ ഉള്ളൂ. സീനില്ല, എളുപ്പമാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രെഡ് ബോർഡ് എടുത്ത് നമ്മൾ പാർട്സ് എല്ലാം സർക്യൂട്ടിൻ്റെ ലിങ്കും ഈ പ്രോജക്റ്റിൻ്റെ ഫുൾ ലിങ്ക് ലിറ്റിൽ ഫ്രഞ്ച് കേവ്, എനിക്കിതിനകത്ത് ഒരു റൈറ്റും ഇല്ല. അപ്പോൾ പുള്ളിയുടെ സൈറ്റിലോട്ട് ഉള്ള ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യുന്നതാണ്. അതിനകത്ത് അഡ്രിനോ കോഡ് ചെയ്യാനുള്ള പ്രോഗ്രാമും കിട്ടും. അപ്പം ഈ വീഡിയോയ്ക്ക് ലെന്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും അതുപോലെ സോഫ്റ്റ്വെയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ബേസിക് സോൾഡർ കാര്യങ്ങളൊക്കെ സർക്യൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ അസംബ്ലി, അതായത് 3D പ്രിൻറ്റഡ് പാർട്സ് എങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കാം. ഇത് 3D പ്രിൻ്റ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ മെക്കാനിസം മൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ആദ്യമേ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ബേസ്, അതായത് ലെഗ് പീസസ് ആണ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് കാണാം. അതായത് ഞാനിവിടെ എടുത്തേക്കുന്ന M4 സൈസിലുള്ള മെഷീൻ സ്ക്രൂസാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഹോളിൻ്റെ ആ ഒരു വലിപ്പം M4 ആണ്. M4 എന്ന് പറയും, മെട്രിക് 4 ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, പണ്ട് പഠിച്ചതാണെന്ന് തോന്നുന്നു. അപ്പം ആ സ്ക്രൂസ് എടുത്ത് നമ്മുടെ ഇത് അസംബിൾ ചെയ്യുക. അതുപോലെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് 3 സെർവോ മോട്ടർ, സ്റ്റെപ്പർ മോട്ടറല്ല, 3 സെർവോ മോട്ടർ വേണം. 1 സെർവോ മോട്ടർ മാത്രം മതി. പിന്നെ അഡ്രിനോ ബോർഡ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ. അപ്പോൾ നമ്മളിതിൻ്റെ ലെഗ് സെറ്റായിട്ടും സ്ക്രൂ ചെയ്ത് സെറ്റാക്കുക. അങ്ങനെ നമ്മുടെ 3 കാല്, 3 ലെഗും, നമ്മുടെ അല്ല മെഷീൻ്റെ 3 ലെഗും നമ്മൾ സെറ്റാക്കി. എന്നിട്ട് ഇനി ഇതിലെ നടുക്കൊരു സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിലോട്ട് എങ്ങനെ സെർവോ മോട്ടർ മൗണ്ട് ചെയ്യാൻ നമുക്ക് കാണാം. അപ്പോൾ സെർവോ മോട്ടറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പറയുന്ന ഒരു ലീഫ് പോലത്തെ സാധനം കാണും. അപ്പം അതാദ്യമേ ഊരിയിട്ട് നമ്മൾ വയറടി കൂടെ ഇട്ട്, ഇതിന് വീഡിയോ കാണുന്ന പോലെയൊക്കെ ചെയ്താൽ സീനില്ല. ചെയ്തതിന്, അതായത് നമ്മൾ മോട്ടർ മൗണ്ട് ചെയ്തതിന് ശേഷം സൈഡിൽ 2 സ്ക്രൂ ഇടാനുള്ള സ്ലോട്ടുണ്ട്. അത് നമ്മുടെ 3D പ്രിൻ്റർ പാർട്ടിലും ഉണ്ട്. ആ സ്ക്രൂ ഇടാൻ മറക്കാതില്ല, എല്ലാം കൂടെ അഴിഞ്ഞു പറഞ്ഞ് പോരും. ഓക്കെ, സ്ക്രൂ ഒക്കെ മൗണ്ട് ചെയ്ത് നല്ല കിടിലായിട്ട് ഹോൾഡ് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ 2 പാർട്സ്, അതായത് 3D പ്രിൻ്ററിനകത്ത് എല്ല് പോലെ ഒരു സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പം ഈ 2 പാർട്സും കൂടെ ജോയിൻ ചെയ്ത് 3 സ്ക്രൂ M2 സൈസുള്ള സ്ക്രൂസാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. M2 മെട്രിക് 2. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് നമ്മുടെ M4 ആണ് മറ്റേത്, ഇത് M2 ആണ് കേട്ടോ. ലെഗ് മൗണ്ട് ചെയ്യുന്ന M4, ഇത് M2. അപ്പോൾ M2 സ്ക്രൂസ് ഇത് നമ്മൾ മേടിച്ചതൊന്നുമല്ല. M4 ഒക്കെ മേടിച്ചതാണ്. M2 സ്ക്രൂസ് എന്ന് പറഞ്ഞാൽ പഴയ കളിപ്പാട്ടമൊക്കെ പൊളിച്ചപ്പം കിട്ടുന്ന സ്ക്രൂ ഒക്കെ നമ്മൾ കളയാതെ വെച്ചിരുന്നു. അപ്പം എന്നിട്ട് ഈ L ഷേപ്പ് നമ്മൾ മൗണ്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ, ഈ എല്ല് വരുന്നതിൻ്റെ താഴെ നമ്മൾ ഈ സെർവോ മോട്ടറിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ലീഫ്, ഇതുപോലത്തെ ലീഫ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് 2 സൈഡിലോട്ടുള്ള അതിൻ്റെ കിറ്റിനകത്ത് വരുമ്പം സെർവോ മോട്ടറിന് ഒരു കവറും കൂടെ തരും, സ്ക്രൂസും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്, ഇതുപോലത്തെ ലീഫ് പോലത്തെ സാധനങ്ങളുമായിട്ടൊരു കവർ കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ലീഫ് നമ്മുടെ നമ്മൾ 3D പ്രിൻ്റ് ചെയ്ത പാർട്ടിലോട്ട് മൗണ്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അത് നമ്മുടെ ഇതിലോട്ട് സ്ക്രൂ ചെയ്ത് മൗണ്ട് ചെയ്തതിന് ശേഷം
നമ്മൾ നമ്മുടെ സെർവോ മോട്ടറിൻ്റെ മേളിലോട്ട് ഇത് വെച്ചിട്ട് മേളിൽ നിന്നൊരു സ്ക്രൂ ഇട്ട് സെർവോ മോട്ടറിന് നടുക്കും ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന, യൂസ് ചെയ്തവർക്കറിയാം ടൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മുടെ ഒരു ആക്സിസ്, അതായത് പാൻ സെറ്റായി. ഇനി നമുക്ക് ടിൽറ്റ് സെറ്റ് ചെയ്യണം. ടിൽറ്റ് സെറ്റ് ചെയ്യുന്ന ഇതുപോലെ അതിൻ്റെ മെയിൻ ബോഡി നമ്മൾ അസംബിൾ ചെയ്തെടുത്ത് അതിൽ 2 സെർവോ വരുന്നുണ്ട്. ഒന്ന് ബുള്ളറ്റ് പുഷ് ചെയ്യാനുള്ളതും ഇപ്പം ഞാൻ മൗണ്ട് ചെയ്യുന്നത് ഇത് ടിൽറ്റിനുള്ള ഇതാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ അതിൻ്റെ ലീവും മൗണ്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മെഷീൻ അതിൻ്റെ ആ ലുക്കും സംഭവമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം പാനും സെറ്റായി, ടിൽറ്റ് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ മോട്ടർ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുമ്പോഴാണ്, അതായത് നമ്മൾ 1983 സിനിമ കണ്ടവർക്കറിയാം, ന്യൂബോളിലെ 1983 കണ്ടവർക്കറിയാം. അതിനകത്ത് ആൾ ഒരു ക്രിക്കറ്റ് ബോൾ ഷൂട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. സെയിം മെക്കാനിസം, അതായത് ഈ 2 മോട്ടറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് കറങ്ങും, ഈ ഒരു റോളർ കിടന്ന് കറങ്ങും. അപ്പോൾ ഈ റോളറിനകത്തൂടെ നമ്മൾ നെർഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ച് ബുള്ളറ്റാണ്. അത് കൊണ്ടാലൊന്നും പറ്റത്തൊന്നുമില്ല. ഇൻട്രോയ്ക്കകത്തൊക്കെ കാണുന്ന ചുമ്മാ എഡിറ്റിങ്ങാണ്. പിന്നെ അതുകൊണ്ട് താഴെ വീഴുന്നത് ഞാൻ ചെയ്തതാണ്. കാണുമ്പോൾ ആൾക്കാർക്ക് കാണാനൊരു കൗതുകം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ മോട്ടർ മൗണ്ടയിലോട്ട് വെച്ചിട്ട് 2 റോളേഴ്സും കൂടെ കയറ്റിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബുള്ളറ്റ് പുഷ് ചെയ്യുന്ന മെക്കാനിസം, അതായത് ഓരോ നെർഫ് ബുള്ളറ്റും റോളറിലോട്ട് ലോഡ് ചെയ്യുന്നൊരു മെക്കാനിസത്തിനും സെർവോ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനും കൂടെ നമ്മൾ സെർവോ മോട്ടർ മൗണ്ട് ചെയ്യുക, അത് സ്ക്രൂ ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ ലീഫ് എടുത്ത് ഏറ്റവും ചെറിയ 2 3D പ്രിൻസ് ഉണ്ട് ഇതിനകത്തുള്ള, ആ 2 പ്രിൻ്റ് അതിനകത്തോട്ട് നമ്മുടെ സെർവോയുടെ ഒരു ലീഫ്, ഇതുപോലെ ഇരിക്കുന്ന ലീഫായിരിക്കണം കയറ്റേണ്ടത്. അത് കയറ്റിയിട്ട് നമ്മൾ സെർവോ മൗണ്ട് ചെയ്യണം. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ ബോർഡിലോട്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ ശേഷം കണക്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഹോം പൊസിഷനിൽ വരും. അപ്പം നമ്മൾ വീണ്ടും ഇതൊക്കെ ഈ സെർവോസ് എല്ലാം ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നതിൽ നിന്ന് ഊരിയിട്ട് നമ്മൾ ആ ഹോം പൊസിഷനിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ ഇപ്പോൾ ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ഏതാണ്ട് 258 ഡിഗ്രീസ് ആണെന്ന് ആണ് പറയുന്നത്. അതായത് നമുക്ക് 180 കിട്ടത്തുള്ളൂ വയറും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പക്ഷേ അപ്പോൾ നമുക്ക് അത് ഇനി ഞാൻ അസംബിൾ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബുള്ളറ്റ്സ് താഴോട്ട് ഹോൾഡ് ചെയ്ത് വെക്കണ ഐറ്റമാണ്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വരുന്ന ഈ 3D പ്രിൻ്റഡ് പാർട്ട്, ഈ ആമിനകത്ത് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ ഒരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ നടുക്കായിട്ട് റബ്ബർ ബാൻഡിൻ്റെ 2 സൈഡും വരുന്ന രീതി ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പം ആ റബ്ബർ ബാൻഡ് ആ സ്ക്രൂ ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സ്ക്രൂവിൻ്റെ നടുക്ക്, അതായത് രണ്ട് റബ്ബർ ബാൻഡ് നമ്മൾ ആണിയെ പിടിച്ചിട്ട് വലിക്കുന്ന പോലെ അത്രേ ഉള്ളൂ, സ്ക്രൂ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഹുക്ക് പോലത്തെ സാധനമുണ്ട്. ആ ഹുക്ക് പോലത്തെ സാധനത്തിലോട്ട് നമ്മൾ ഇത് റബ്ബർ ബാൻഡ് വലിച്ചു വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇത് M4ൻ്റെ മെഷീൻ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ച് മൗണ്ട് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് മാറും. നമുക്കിതെല്ലാം ബോർഡിലോട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഈ വയർ റെഡും ബ്രൗണും VCC ഗ്രൗണ്ട്, റെഡ് പോസിറ്റീവ്, ഗ്രൗണ്ട് നെഗറ്റീവ്, പിന്നെ ഓറഞ്ച് എന്ന് പറയുന്നതാണ് സിഗ്നൽ. അത് നമ്മുടെ ഡിജിറ്റൽ പിൻ, അഡ്രിനോട് ഡിജിറ്റൽ പിന്നിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ബോർഡ് സെറ്റ് ചെയ്ത് അതിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 പവർ കൊടുക്കണം. അതായത് ഒന്ന് സെർവോ മോട്ടർ, അത് സാധാ നമ്മുടെ മോട്ടോർ ഡ്രൈവറിനകത്തോട്ട് നമ്മളൊരു 12 വോൾട്ട് കൊടുക്കും. അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അതൊരു 5-6 വോൾട്ട് ആണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. അപ്പം അത് എല്ലാം കൂടെ ഇത് വലിക്കാനുള്ള പവർ ഇതിനില്ല. അല്ല എത്ര നല്ല ആംബിയർ മറ്റേ ഡ്രോണിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഞാനിപ്പം തൽക്കാലം ഈ സെർവോ മോട്ടർ ഇപ്പോൾ ഓടിക്കുന്ന എൻ്റെ പവർ ബാങ്കിലെ ചാർജ് വെച്ചിട്ടാണ്, അത് മതി. ഇപ്പം കണ്ടോ ഇതിൻ്റെ മൂവ്മെൻറ്റ് സെറ്റാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത് കറക്റ്റാണെന്ന് നോക്കണം. അപ്പം ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നീക്കുമ്പം എൻ്റെ പേനയുടെ, അതായത് പെന്നല്ല സോറി, എൻ്റെ നമ്മുടെ ഇത് കണ്ടോ ആരോ ലോഡ് ചെയ്യുന്ന സാധനമാണ് പോകുന്നത്. പക്ഷേ അതല്ല, ഷൂട്ട് ഞെക്കുമ്പോഴാണ് ആരോ ലോഡ് ചെയ്യുന്ന സാധനം വരേണ്ടത്. അപ്പം നമ്മൾ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെറ്റാകും, സീനില്ല.
ഗൈസ്, നമ്മൾ കണക്ഷൻ മാറ്റി കൊടുത്തതിന് ശേഷം ഇത് കിടിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഷൂട്ട് അടിക്കുമ്പോഴത്തേക്കും ആ ലോഡ് ചെയ്യുന്ന മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ പാൻ ആൻഡ് ടിൽറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളത് നോക്കി സ്മൂത്തായിട്ടുള്ള സർഫസ് വെച്ച് കഴിഞ്ഞാൽ 3D പ്രിൻ്റർ പോട്ടാണ്. തെന്നും പറ്റുവാണെങ്കിൽ അടിയിൽ റബ്ബർ കട്ട് ചെയ്തിടണം. ഞാനതിന് മെനക്കെട്ടില്ല. ആംബ്ലൈസിഫ് ഓക്കെ. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മോട്ടർ ഡ്രൈവർ, അതായത് L2982A എന്ന് പറഞ്ഞ മോട്ടർ ഡ്രൈവർ നമുക്ക് നമ്മുടെ മോട്ടറിലോട്ട് കണക്ട് ചെയ്യണം. ഈ മോട്ടർ ഡ്രൈവറാണ് അടിച്ചു പോയത്. ഇത് കരിഞ്ഞു പോയി, പൊട്ടിത്തെറിച്ചെന്ന് പടക്കമൊന്ന് ശബ്ദം കേട്ടു. ഇത് ഏതാണ്ട് എൻ്റെ കയ്യിലൊരു 2014 തൊട്ടുള്ളൊരു മോട്ടർ ഡ്രൈവറാണ്. അപ്പോൾ അത് പൊട്ടിത്തെറിച്ച് പോയി. അപ്പോൾ അതിനൊരു ഫ്യൂണറലൊന്നും നടത്തിയൊന്നുമില്ല. അതിന് പകരം വേറെ മേടിച്ച് സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പം കരിഞ്ഞു പോയി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഒരു സെർവോ മോട്ടർ അടിച്ചു പോയി. എന്തോ വോൾട്ടേജിന് എന്തോ പ്രശ്നം വന്നാൽ അതിൻ്റെ എന്തോന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ 12 വോൾട്ട് എൻ്റെ കയ്യിലൊരു അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഫീമെയിൽ പിൻ മേടിച്ചിട്ട് നമ്മുടെ മോട്ടർ ഡ്രൈവറിൻ്റെ അതിനകത്ത് 3 പിന്നുണ്ട്. അതായത് ആ ബ്ലൂ ഇത് കാണുന്നുണ്ടല്ലോ, മോട്ടർ ഡ്രൈവറിൻ്റെ ബ്ലൂ വയേഴ്സ് കണക്ട് ചെയ്യുന്ന സാധനം. അതിനകത്ത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഈ പൊസിഷൻ, ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ളത് 12 വോൾട്ട് പ്ലസ് കൊടുക്കേണ്ടതും നടുക്കുള്ളത് നെഗറ്റീവ് കൊടുക്കേണ്ടതും, അതുപോലെ അതിൻ്റെ ഏറ്റവും വലത്തുള്ളത് 5 വോൾട്ട് ഔട്ടാണ്. വെളിയിലോട്ട് നമുക്ക് അഡ്രിനോയോ വേറെ എന്താണെന്നാൽ പവർ ചെയ്യാൻ വേണ്ടി 5 വോൾട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ആരോ ലോഡ് ചെയ്യുന്ന മെക്കാനിസത്തിൽ അതോട്ടൊരു കമ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പർ ക്ലിപ്പ് ഉപയോഗിച്ച് അതിട്ടിട്ട് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഓണാക്കി നോക്കി, ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ സീനായി പോയി, അടിച്ചു പോയി. ഇത് ഈ വീഡിയോയ്ക്കകത്ത് കാണത്തില്ല അടിച്ചു പോയത്. അടുത്ത ക്ലിപ്പിനകത്ത് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇനി അതൊക്കെ കാണിച്ച് ഒന്നാമത്തെ വീഡിയോയ്ക്ക് ലെന്ത് കൂടുതലാണ്. അപ്പം എല്ലാം കൂടി ഇതിനകത്ത് ചെയ്യാനും ഒക്കത്തില്ല. അപ്പം കഴിഞ്ഞ വീഡിയോ, അതായത് മറ്റേ നമ്മുടെ സൈക്കിളിൻ്റെ പെഡൽ കൊണ്ട് ആരോ ഷൂട്ട് ചെയ്യുന്ന ആ സ്ലിംഗ് ഉണ്ടാക്കിയ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഈ മോട്ടർ ഇത് കറങ്ങുന്നില്ല. അപ്പം ഞാൻ കുറേ ശ്രമിച്ച് അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അടിച്ച് പോയെന്ന്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് സാധനം മാറ്റി. നേരത്തെ നമുക്ക് ബ്ലൂ മോട്ടർ ഡ്രൈവർ ആയിരുന്നു. ഇപ്പം പുതിയ ഒരെണ്ണം ഞാൻ മേടിച്ചു, റെഡ്. അത് കഴിഞ്ഞ ആഴ്ച ഇടാൻ വേണ്ടി ഇരുന്ന വീഡിയോ ചെയ്ത് അതടിച്ചു പോയി. അതുകൊണ്ട് ഈ ആഴ്ച ഇട്ടു. അപ്പം സംഭവം സെറ്റാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. 1-2 ചെറിയ ടീക്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ മെഷീൻ നല്ല കിടിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണേലും ഈ എടുക്കുന്ന എഫോർട്ടിനുള്ള വ്യൂ ഒന്നും കിട്ടുന്നില്ല. അപ്പം കാണുന്നവർ സംഭവം ഒന്ന് മാക്സിമം വാട്സാപ്പിലും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കൊരു സപ്പോർട്ടായിരുന്നു. ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. സീനില്ല, സെറ്റാവും. നമ്മൾ ആക്സസ്, അതായത് നമ്മുടെ ബുള്ളറ്റ് ലോഡാവുന്ന സംഭവം കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ബുള്ളറ്റ് പുഷ് ചെയ്ത് പിന്നെ അതോട്ട് വെളിയിലോട്ട് വരത്തില്ല. ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടർ കറങ്ങുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനായിരുന്നു. അപ്പം ബുള്ളറ്റ് തിരിച്ചകത്തോട്ട് വരുന്നത്. അപ്പം നമ്മുടെ മോട്ടർ ഡ്രൈവറിനകത്ത് തന്നെ 4 ഓപ്പൺ പിന്നുണ്ട്. അതിനകത്ത് റൈറ്റിൽ നിന്ന് ഫസ്റ്റ് 2 നമുക്ക് ഈ മോട്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അത് സെറ്റായി. അതിപ്പോൾ കണക്ഷൻ തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ട്രബിൾസ് നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഫയർ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഷോട്ട് തന്നെ നമ്മൾ ക്യാമറയിലിട്ട് വിടത്തുള്ളൂ, അതാണ് അവിടെ വേറെ കാര്യം. Let's watch the video. സോ ഹലോ ഗൈസ്, നമ്മൾ ഒരു ടററ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആവുക പണ്ടാര. ഓക്കെ, നമ്മൾ ടററ്റ് ഉണ്ടാക്കി. ഇനി അത് നമുക്ക് മനുഷ്യരിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പം ആരും സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്.
അപ്പോൾ അതിന് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ ഹെൽമെറ്റ് ഇടുന്നുണ്ട്, കണ്ണൊന്നും അടിച്ചു പോയിരിക്കും, കണ്ണൊക്കെ ഇനി ആവശ്യമുള്ള. അതുപോലെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഞാൻ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷൻസ് ലേസർ എവിടെയാണെന്ന് എനിക്ക് കാണാൻ പറ്റാത്തത്, കറക്റ്റ് കാണാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞുതരാൻ നമ്മുടെ ഒരു ചെറുക്കനുണ്ട്. ഓക്കെ, അപ്പം മൈക്ക് ഇങ്ങോട്ടും വെച്ചിട്ട് സേഫ്റ്റി. ബേസ് എവിടെ? ഇച്ചിരി ചങ്കത്ത് തൊണ്ടയുടെ അവിടെ കറക്റ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം പറ്റുന്ന പോലെ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് ഉഷാറാക്കുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ഞാൻ ക്രാക്ക് സൈനിങ് ഔട്ട്.